ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല പാസ്ത മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടാണ് പാസ്ത ഇട്ടിട്ട് വേപ്പിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു പശ പോലെ ആവാണ്ട് തമ്മിൽ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കാനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്ത് ജീരകം ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വഴന്നതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി നല്ല പോലെ വഴന്ന് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ക്യാരറ്റ് ഇട്ടു. അത് നന്നായിട്ട് വാടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്തു. അത് നന്നായി വാടിയതിന് ശേഷം ആണ് നമ്മളെ പാസ്ത ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്. പാസ്ത നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മളിത് നല്ലൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടുള്ള പാസ്ത ഇതാ റെഡി ആയിട്ടുണ്ട്. ഹായ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ പാസ്തയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കി, എടുത്ത് നോക്കിയേ. നല്ല രസമുണ്ടല്ലേ? നേരിട്ട് അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളെല്ലാരും തിന്നു നോക്കിനി. സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ? അടിപൊളി. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടെ അല്ലേ സനികേ?